ശബരിമല അയ്യപ്പ സേവാ സമാജം നേതൃത്വത്തിൽ ശബരിമലയിലെ അഴിമതികൾക്കെതിരെ വടകര താലൂക്ക് ഓഫീസിലേക്ക് നാമജപയാത്ര നടത്തുന്നു. ഒക്ടോബർ 30 വ്യാഴാഴ്ച രാവിലെ 10:30 തെരു ഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളിപ്പോ ഈ 30-ാം തീയതി കാലത്ത് ദേവന്മാരുടെ ആദിദേവനായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഹൈന്ദവ സമൂഹമൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഗണപതി ഭഗവാന്റെ, അതായത് വടകര തെരു ഗണപതി ഭഗവാന്റെ ക്ഷേത്ര പരിസരത്ത് നിന്ന് വടകര താലൂക്ക് ഓഫീസിലേക്ക് ഒരു നാമജപ യാത്ര നടത്തിയാണ് ശബരിമല അയ്യപ്പ സേവാ സമാജവും ഹിന്ദു ഐക്യവേദിയും സംയുക്തമായി. ഇതിനുള്ളൊരു അവസരം ഭഗവാൻ തന്നെ ഒരുക്കി തരികയാണ്. കാരണം നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമല സന്നിധാനത്തുള്ള സ്വർണ്ണ മോഷണത്തോടു കൂടിയാണ് പരമ്പരകൾ ആരംഭിക്കുന്നത്. എല്ലാ വിഭാഗത്തിലുള്ള, അതായത് ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്നിടവിട്ട ക്ഷേത്രങ്ങളിലൊക്കെ ദിനം പ്രതി ഓരോ സാധനങ്ങളും ഇങ്ങനെ നഷ്ടപ്പെട്ട വസ്തുതകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കുന്നത് ശബരിമല സന്നിധാനത്ത് ഈയിടെ 2018 മുതൽ ആരംഭിച്ച ഈ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ കൊള്ളക്കാരുടെ ഒരു പ്രത്യേക സംഘമുണ്ടാക്കി ദേവന്റെ വസ്തുവകളൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നു. വളരെ വേദനയോടുകൂടിയാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ വടകര പ്രദേശം ഉൾപ്പെടെയുള്ള ഗുരുനാഥന്മാരുടെ ഗുരുനാഥനായിരുന്ന വടകര കുഞ്ഞിരാമക്കുറുപ്പ് ഗുരുസ്വാമി നമ്മളൊക്കെ ശീലിപ്പിച്ച് കൊണ്ടുവന്ന ആ ആരാധനാ സങ്കല്പങ്ങൾക്ക് മനസ്സുകൊണ്ട് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഇപ്പൊ നമുക്ക് ശബരിമലയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാമജപയാത്ര താലൂക്ക് ഓഫീസിലേക്ക് പുറപ്പെടുകയും അത് യാതൊരുവിധ പ്രകമ്പനവും ഇല്ലാതെ കണ്ട് വെറും ശരണം വിളികളോടുകൂടി മാത്രം അയ്യപ്പ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മാത്രം താലൂക്ക് ഓഫീസിലെത്തുക, നമ്മുടെ ആരാധനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് ഒരു നിവേദനം കൊടുക്കുക. ആ നിവേദനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടു പോയ വസ്തുവകളൊക്കെ തിരിച്ചു കിട്ടുന്നത് മാത്രമല്ല, ഇനിയെങ്കിലും ഇതുപോലുള്ള കള്ളത്തരങ്ങൾ, വെട്ടിപ്പുകൾ, തട്ടിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അയ്യപ്പ സ്വാമി മനുഷ്യരൂപമെടുത്ത് 12 വർഷക്കാലം വളർന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ശബരിമല സന്നിധാനം, പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ ഇന്ന് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ശബരിമലയിലേക്ക്. ഓരോ വർഷവും നമ്മുടെ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനങ്ങൾ എത്രയാണെന്ന് ഞങ്ങൾ പറയാതെ കണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വരുമാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള യാതൊരുവിധ സൗകര്യങ്ങളും അതിന്റെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താതെ കണ്ട് പഴയ ചിട്ടയിലേക്ക് തന്നെ പോവുകയും അവിടെ ഒരു ബോംബെ പട്ടണം പോലുള്ള വലിയൊരു ബിൽഡിംഗ് സൗധമാക്കി മാറ്റുകയും ഈ സങ്കേതത്തിൽ വെച്ച് അയ്യപ്പ ഭഗവാന്റെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ 1600 ചില്ലാനും ക്യാമറകളാണ് പമ്പയിൽ നിന്ന് സന്നിധാനം വരെ വർക്ക് ചെയ്യുന്നത്. സന്നിധാനത്ത് മാത്രം ഏകദേശം 1000-ഓളം ക്യാമറകളുണ്ട്. അവിടെ നിന്ന് ഇതാരും കാണാതെ കണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിരിക്കുന്ന സ്വാമിമാർക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. അതിൽ പ്രതിഷേധിച്ചും കൊണ്ടാണ് ഈ നാമജപയാത്ര നടത്തുന്നത്. ആ യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുണ്ടാകണം. നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന് ഇനിയെങ്കിലും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളാണ് ഈ ക്ഷേത്രങ്ങളുടെ അല്ല, വിശ്വാസത്തിന്റെ അല്ല, മൊത്തത്തിൽ സമൂഹത്തിന്റെ ഒരു പ്രതിനിധികൾ. അതുകൊണ്ട് അയ്യപ്പനെ സ്നേഹിക്കുന്ന അയ്യപ്പ വിശ്വാസികൾക്ക് ഇനി ഇതിലേക്ക് മനസ്സ് കൊടുക്കാതെ കണ്ട് പോകാൻ സാധ്യമല്ല. ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈയിടെയായിട്ട് നടന്നിട്ടുള്ളത്. ആ നടന്ന കേരളത്തിലെ ഏറ്റവും വലിയ കടവ് അത് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടുത്തെ കോടതിയാണ്. ആ കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇതിന്റെ അന്വേഷണങ്ങൾ ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങൾ വന്ന് തൊഴുത് നിന്ന് ഭഗവാനെ ഒരു നോക്ക് കണ്ട് മടങ്ങിപ്പോകുമ്പോൾ തൻ്റെ കയ്യിലുള്ള കാണിക്കകളിൽ അർപ്പിച്ച് ഭഗവാനെ ധ്യാനിച്ച് സ്മരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കാണുന്നു എന്നുള്ളതൊന്നും ചിന്തിക്കാറില്ല. ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്ന കള്ളന്മാര് അവിടെയുള്ള സ്വർണം മുഴുവൻ എടുത്തു മാറ്റി അത് വെറും ഒരു തിരൂർ പൊന്ന് പോലെ പോളിഷ് ചെയ്ത് അവിടെ വെച്ചിരിക്കുക.
ഒരു അവതാരം ഒരു പൊന്നുണ്ണിയെ വളർത്തി ആ ഉണ്ണിക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ആ ഉണ്ണിയെ ഇടനിലക്കാരനായി നിർത്തി ഭഗവാന്റെ മുതലുകളെല്ലാം കട്ടുകൊണ്ടുപോയി. അപ്പം അത് വലിയ ഒരു സങ്കടത്തിലാണ് ആക്കിയിട്ടുള്ളത്. കാരണം കേരളത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാലയങ്ങളാണ് സർക്കാരിന്റെ കീഴിൽ ദേവസ്വം ബോർഡായിട്ട് രൂപാന്തരപ്പെട്ടത്, ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നതായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹം പറയുന്നത് വിശ്വാസികളുടെ കയ്യിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ ഏൽപ്പിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പണ്ടേ വിശ്വാസമില്ല. നമുക്കറിയാം, ആചാരങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് അതിനെ അടിച്ചമർത്തിക്കൊണ്ട് വിശ്വാസത്തെ തച്ചുടച്ചുകൊണ്ട് ഇവിടുത്തെ സംസ്കാരവും പാരമ്പര്യവും ഇനി ഉണ്ടാവരുത് എന്നുള്ള നിലയിൽ പണ്ടേ അവർ കണ്ടെത്തിയത് ശബരിമല ശ്രീധർമ്മശാസ്താവിനെയാണ്. കാരണം ഈ ശബരിമല അയ്യപ്പ ക്ഷേത്രമാണ് കേരളത്തിന്റെ നട്ടെല്ല്. കേരളത്തിൻ്റെതെന്നല്ല, ഇന്ന് ആഗോളതലത്തിൽ തന്നെ മാനവ മനസ്സുകളിൽ ഇന്ന് ആത്മീയ ചിന്തകൾ ഉണർത്തുന്നത് ആ ശാസ്താ ക്ഷേത്രമാണ്. അതിനെ തകർത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സർവവും നശിക്കും എന്നുള്ള ധാരണയിൽ ആ ശബരിമല തീപിടുത്തം മുതൽ ഇങ്ങോട്ട് ഓരോ തകർക്കൽ പരിപാടികൾ നടക്കുക, കളവും അതുപോലെ തന്നെ അത് നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇതിനെ നശിപ്പിക്കുക എന്നൊരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഈ ഹൈന്ദവ സമൂഹം ഇന്ന് ഉണർന്ന് എഴുന്നേറ്റുകൊണ്ട് പറയുന്നത് ഈ വിശ്വാസികളുടെ കയ്യിലായിരിക്കണം ഈ ക്ഷേത്രങ്ങളൊക്കെ എന്ന്. ഒരു ഭക്തജന സംഘടനയായ അയ്യപ്പ സേവാ സമാജവും ഒരു സമര സംഘടനയായ ഹിന്ദു ഐക്യവേദിയും കൈകോർക്കുകയാണ്. അതുകൊണ്ട് വേറൊന്നും ചിന്തിക്കാനില്ല. ഇതിൻ്റെ ഉദ്ദേശം മനസാക്ഷി, ഭക്തജനങ്ങളുടെയും ജനങ്ങളുടെയും മനസാക്ഷി ഉണർത്തുകയും സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുകയും ചെയ്യുക. അതിനുവേണ്ടി മഹാത്മജി നടത്തിയതുപോലെ ഒരു സഹന സമരത്തിൻ്റെ പാതയിൽ നാമജപയാത്ര നടത്തിക്കൊണ്ട് ഈ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് ഈ നാമജപയാത്ര നടത്തുന്നത്. Sometimes nature motivates me. Even more when I feel like a celebrity. But the real motivation is here. White Ray Lights and Interior. www.whiteraylights.com. Vadakara, Karimbalapallam.